ബിഗ് ബോസ് റിയാലിറ്റി ഷോ തുടങ്ങിയിരിക്കുകയാണ്. ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള പ്രൊമോഷനും പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടായി. ഞാൻ പേഴ്സണലി സന്തോഷിച്ചായിരുന്നു. അക്ബർ ഖാൻ, നമ്മൾ അറിയുന്ന ഒരു വ്യക്തി, നമുക്ക് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊരു വല്ലാതെ ഇഷ്ടം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗണ്ടിനോട് ഭയങ്കര ഒരു ക്രൈസാണ്. എന്താണെന്നറിയില്ല, അദ്ദേഹം ഭയങ്കര ഫാനാണ്. നമ്മൾ ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിൻ്റെ. അത്രയും വലിയ ഒരു കലാകാരൻ പോയിട്ട് പൊട്ടിച്ചു എന്നുള്ളതാണ്, മൺകുടം പൊട്ടിച്ചു എന്നുള്ളതാണ്. അതന്നെ അവിടെ സംഭവിച്ചു. ഇത് പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ റിയാക്ഷനൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇത് കണ്ടിട്ട് നമ്മൾ അറിയുന്ന ഒരാളാണ് എന്നുള്ളൊരു പരിഗണന കൊടുത്ത് മിണ്ടാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. എനിക്ക് രേണുസുദിനെ പേഴ്സണലി ഒരു പരിചയമില്ല, നമ്മളെ വലിയ ആളൊന്നുമില്ല. പക്ഷേ അവരെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അവർക്ക് വീഡിയോയും പരിപാടിയൊക്കെ ആയിട്ട് അവർ കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഇങ്ങനെ മാറി വരികയാണ്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് രേണുസുതി. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന രീതിയിൽ അവർ ബിഗ് ബോസ് എത്തുകയും ചെയ്തു. ഏതൊരാളുടെയും സ്വപ്നമാണ് ബിഗ് ബോസ് ഒക്കെ പറഞ്ഞാൽ. ഒരുപാട് ആളുകൾ ആ പ്രോഗ്രാം കാണുന്നതാണ്. ആ ഒരു പരിപാടിയിൽ വന്നിട്ടൊരു ഓമനപ്പേരിൻ്റെ ടാസ്കിൽ അക്ബർ ഖാൻ പറഞ്ഞത് ഭയങ്കര വിഷമം തോന്നിപ്പോയി. അക്ബർ ഖാനെ പേഴ്സണലി അറിയാം, പക്ഷേ അത് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വീഡിയോ ആയിരുന്നു എന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. ആ ഒരു സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയാൻ മാത്രം രേണുസുതി എന്താണ് അക്ബറിനോട് ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല. അക്ബർ ഒരു മഴയില്ലാതെ ആ രീതിയിൽ സംസാരിച്ചത് വളരെ മോശമായി പോയി. ഇപ്പം മാപ്പ് പറഞ്ഞതൊക്കെ ആയിട്ട് കണ്ടു. പക്ഷേ അത് മാപ്പ് പറയാൻ ഓക്കെ, ഇനി ലാലേട്ടൻ വരട്ടെ, ലാലേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് അതിന് എന്താണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി. അക്ബറിന് വ്യക്തമായിട്ട് അറിയാം ഇതിൻ്റെയൊക്കെ അക്ബർ ഒരു പൊട്ടനൊന്നുമല്ലല്ലോ. അക്ബറിന് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ വരിക. ഒരുപാട് ഫ്രസ്ട്രേഷൻ. നമ്മളെപ്പോൾ ഫോണിലൊക്കെ നോക്കുന്ന ആൾക്കാരെ ഫോൺ നോക്കാൻ പറ്റില്ല, യാതൊന്നുമില്ല. ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പോലെ ഒരു വീട്ടിൽ ജീവിക്കുന്ന കുറച്ച് മത്സരാർത്ഥികളാണ് എന്നുള്ളതാണ്. അതിൽ രേണുസുദിനെ പറഞ്ഞത് വളരെ മോശമായി പോയി. ഇന്ന് മുതൽ നമ്മൾ ബിഗ് ബോസിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ, മോശമായിപ്പോയി. പക്ഷെ അതിൻ്റെ മുന്നേ രേണുസുദി പറഞ്ഞ ഒരു വേർഡുണ്ട്, വേട്ടപ്പട്ടി എന്നാണ് അക്ബർ ഖാനെ പറഞ്ഞിട്ടുള്ളത്. അതും കുറച്ച് ഓവറാണ്. പക്ഷേ വേട്ടപ്പട്ടി ഇങ്ങനെ പൊന്തി നിൽക്കണമെങ്കിൽ രേണുസുദിനെ പറഞ്ഞത് അതിൽ കൂടുതൽ പൊങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. രേണുസുദിനെ പറഞ്ഞത് പച്ച അസഭ്യമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ചെറിയതൊന്നും ജനങ്ങൾ കാണൂല. അത് ജനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. 100% നമ്മുടെ വിമർശനം നമ്മൾ അറിയിക്കുക തന്നെയാണ്. അക്ബർ ഖാൻ പറഞ്ഞത് വളരെ മോശമായി. ഇനി ലാലേട്ടൻ വന്നിട്ട് നമുക്ക് കാണാം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.